ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനൊരു പൊതി കൊണ്ടുവരാൻ തനിക്ക് ഇതിന്റെ വല്ല കച്ചവടം ഉണ്ടോ? അല്ല, ഞാനിത് നിത്യക്ക് വേണ്ടി വാങ്ങിച്ചതാ. അതെന്ത് പണിയാണ് ഹരി? നിത്യക്ക് ഇങ്ങനെ ഹരി ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നാണോ തോന്നുന്നത്? ശരവണന്റെ കണക്കൂട്ടലൊക്കെ കൊള്ളാലോ. கொடுத்து பாருங்க சார், அதுல தெரியும். சொன்னாலும் சொல்லலும் உங்களுக்கு தெரியும் சார். ശരവണൻ കേറിക്കോ. தேங்க்யூ சார், தேங்க்யூ. എന്താ മാഡം, മുറി എടുത്തപ്പോ മാഡം പറഞ്ഞത് അഡ്വാൻസ് 2 മണിക്കൂറിനുള്ളിൽ തരാന്നാ പറഞ്ഞേ. ഇപ്പോ ദിവസങ്ങളായി. ഞാൻ തന്നോളാന്ന് പറഞ്ഞല്ലോ. എന്റെ പണം ഒരിടത്ത് ബ്ലോക്കായി കിടക്കുക. അതൊന്ന് റിലീസായി കിട്ടിയാല്. അതൊന്നും പറഞ്ഞ മുതലാളി കേൾക്കില്ല. കുറച്ചു മുമ്പ് എന്നെ വിളിച്ച് ചോദിച്ചേ ഉള്ളൂ. അഡ്വാൻസ് തരാൻ പൈസ ഇല്ലെങ്കിൽ ഇറക്കി വിടാനാ പറഞ്ഞത്. ഇറക്കി വിടാനോ? ഞാനൊരു സെലിബ്രിറ്റിയാ. നിങ്ങൾ എന്ത് വേണേലും ആയിക്കോ. എന്റെ പൊന്ന് മാഡം, ഞാൻ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാ. മുതലാളി എപ്പോഴാ വന്നു കയറുന്നെന്ന് പറയാൻ പറ്റില്ല. എപ്പോ തരുന്ന ഞാൻ പറയണ്ടേ? 2 ദിവസം കഴിയട്ടെ. അയ്യോ മേഡം, അതൊന്നും ശരിയാവില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞാലേ അയാളുടെ സ്വഭാവം അങ്ങ് മാറും. മേഡം എന്തെങ്കിലും ഒരു മാർഗം നോക്കണം. ശരി, താൻ മുതലാളിയുടെ നമ്പർ ഇങ്ങിതാ. നന്നായി. നിങ്ങൾക്ക് നമ്പർ തന്നെന്നറിഞ്ഞാ അത് മതി എന്നെ പിരിച്ചുവിടാൻ. മുതലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആർക്കും നമ്പർ കൊടുക്കരുതെന്ന്. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം മേഡം. ഹരി, ആന്റി, നിത്യയില്ലേ? ആ ഉണ്ട്. ഒന്ന് വിളിക്കാവോ? എന്തിനാ ഹരി അതിന് അനുവാദമൊക്കെ ചോദിക്കുന്നത്? അകത്ത് കയറി നിനക്കങ്ങ് വിളിച്ചൂടെ? അല്ല, അത് ഞാൻ വേറൊരു ഹരിയോ? ഒന്നുമില്ല രഘുവേട്ട. ഹരിയെ നിത്യയെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ടേ അകത്ത് കയറാൻ എന്റെ അനുവാദവും ചോദിച്ചു നിൽക്കുക. എടോ കവി, തോന്നിയാസം കാണിക്കരുത്. താൻ ഇങ്ങോട്ട് അകത്ത് കയറുക. അല്ല, അത് ഞാൻ എന്താ ഹരിയത്? അല്ല, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ആഹാ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലാതെ ഇങ്ങനൊരു പൊതി കൊണ്ടുവരാൻ തനിക്ക് ഇതിന്റെ വല്ല കച്ചവടം ഉണ്ടോ? അല്ല, ഞാനിത് നിത്യക്ക് വേണ്ടി വാങ്ങിച്ചതാ. അതെന്ത് പണിയാണ് ഹരി? നിത്യക്ക് ഇങ്ങനെ ഹരി ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നാണോ തോന്നുന്നത്? അല്ല, ഞങ്ങൾ ഇത് അനുവദിച്ചു തരുമെന്ന് ഹരിക്ക് തോന്നുന്നുണ്ടോ? സോറി ആന്റി, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. സോറി, ഞാൻ പോയേക്കാം. അതെ, അവിടെ നിന്ന്. പൊതുവെ കവികളുടെ മനസ്സ് ദുർബലമാണെന്നൊരു പറച്ചിലുണ്ട്. അതൊറ്റയടിക്കങ്ങ് തെളിയിച്ചു കളഞ്ഞല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്റെ മോനെ. അയ്യോ. ആ സുജാതെ, നിത്യമോളെ വിളിക്ക്. കവിയും ആരാധികയും തമ്മിലുള്ള ഈ ഏർപ്പാട് നേരിട്ടായിക്കോട്ടെ. മോളെ നിത്യ, ഒന്നിങ്ങ് വന്നേ. ആ വരുന്നമേ.
ഹരി നിനക്കെന്തോ പ്രസന്റ് വാങ്ങിച്ചോണ്ട് വന്നതാ. ഈശ്വര, അയ്യോ ഹരി, ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ട് എടുത്തോ? രഘുവേട്ടാ, അപ്പൊ പ്രസന്റ് അല്ല, ആഗ്രഹം പറഞ്ഞിട്ടാ. ഒന്ന് ചുമ്മാതിരിക്കമ്മേ. ഞങ്ങള് വെറുതെ തമാശക്ക് പറഞ്ഞോണ്ടിരുന്നപ്പോ. തമാശയായാലും ഗൗരവായാലും ഇയാൾ അത് വാങ്ങിച്ചോണ്ട് വന്നല്ലോ, അപ്പൊ അത് സ്വീകരിക്കും. നിക്ക് നിക്ക് നിക്ക്, ആദ്യം സമ്മാനം എന്താന്ന് ഞങ്ങൾ കൂടി ഒന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് മതി കൈമാറ്റം. അയ്യോ അങ്ങളെ, ഞാൻ വെറുതെ. ഹ, അതങ്ങ് തുറക്ക് ഹരി, ഞങ്ങളും ഒന്ന് കാണട്ടെ. ഇനി കൊടുത്തു. நீங்க இந்த பரிசு கொடுக்கும்போது அவரு உங்களை பார்த்து சிரிக்கும் சார். அது நீங்க மௌனமாய் பாருங்க சார். அதில் இருக்கும் சார் நித்யாமோட பாசம்.